എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് ക്യാപ്റ്റൻ കുമമുറ ഐസനെ കാണുകയാണ്. കണ്ടുടനെ തന്നെ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഐസനെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഐസനാണെങ്കിൽ അവൻ്റെ കൈ ഉപയോഗിച്ച് തന്നെ അതൊക്കെ തടുക്കുകയാണ്. സോ ക്യാപ്റ്റൻ ഐസൻ പവർഫുൾ ആണെന്ന് നമുക്കറിയാം. തന്നെ ക്യാപ്റ്റൻ കുമമുറ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ക്യാപ്റ്റൻ തോഷിനോട് ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് സോൾ സൊസൈറ്റിനെ മുഴുവനായിട്ട് ബിട്രേ ചെയ്തിട്ട് ഈ ഐസൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്? സോ അത് കേട്ട ക്യാപ്റ്റൻ തോഷൻ പറയുകയാണ്, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. സോ ഇത് കേട്ട ഉടനെ തന്നെ കുമമുറ തൻ്റെ ബൻകായ് റിലീസ് ചെയ്യുകയാണ്. എന്നാൽ ഓടിപ്പോയ ക്യാപ്റ്റൻ ബൻകായ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ കുമമുറനെ മൊത്തത്തിൽ തന്നെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇല്ലാതാക്കി കളയുകയാണ്. ചോരയിൽ കുളിച്ച് താഴെ ക്യാപ്റ്റൻ കുമമുറ കിടക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഇച്ചിഗോയും കാണുന്നുണ്ട്. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുന്നു, ക്യാപ്റ്റൻ കുമമുറയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഐസനും ക്യാപ്റ്റൻസ് ആണ്, എന്നിട്ടും അവരുടെ പവർ ഡിഫറൻസ് തന്നെ കണ്ടില്ലേ? ഐസൺ എന്തോരം പവർഫുൾ ആണെന്ന് നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുന്നു. തന്നെ നമ്മുടെ ഇച്ചിഗോനെ സഹായിക്കാൻ വേണ്ടി ഇച്ചിഗോയുടെ കൂട്ടുകാരെ അങ്ങോട്ട് വരികയാണ്. സോ ഇത് കണ്ട നമ്മുടെ ഗിന്നിച്ചിമാറു ആണെങ്കിൽ അവന്റെ പ്രഷർ റിലീസ് ചെയ്യുന്നു. സോ അത് അവർക്ക് താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ ഫ്രണ്ട്സും ഇപ്പൊ ഹെൽപ്ലെസ് ആണ്. അന്നേരം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ റൂക്കിയനെ നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നു. നിനക്കൊരു കാര്യം അറിയാമോ? നീ ഹ്യൂമൻ വേൾഡിൽ പോയ സമയത്ത് നിന്നെക്കുറിച്ച് ഒരുപാടധികം ഇൻഫർമേഷൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിന്നെ തിരിച്ച് സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാനും ഓർഡേഴ്സ് കൊടുത്തത് ഞാനാണ്. എന്നാൽ റൂക്കിയ, നീ ആ സമയത്ത് തന്നെ ഒരു ഹ്യൂമനെ സഹായിക്കാൻ വേണ്ടി നിന്റെ സ്പിരിച്വൽ എനർജി നീ കൊടുക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ നിന്റെ ശരീരത്തെയാണ് ഉരഹര ഒക്യോക്കുവിനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ബിസിനസ്സിൽ പെടുന്നതാണ്. സോ ആ കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സെൻട്രൽ 46-ന്റെ അകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ വധിച്ചു. സെൻട്രൽ 46-ൽ ഇരുന്നു കൊണ്ട് ഞാൻ ബാക്കിയ കുച്ചിക്കും അതുപോലെ തന്നെ രഞ്ജി അബ്രായിക്കും ഓർഡർ കൊടുത്തു. പിന്നെ ഹ്യൂമൻ വേൾഡിൽ വന്നിട്ട് പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വരാനും, എന്നിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്നും അതുമാത്രമല്ല നിന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ഓർഡർ വരെ ഞാനാണ് കൊടുത്തത്. സോക്യോക്കുവിനെ കുറിച്ച് ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ. ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ സംബത്തു ചേരുന്നൊരു സംബത്തുവാണത്. ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് സോളിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിന്റെ ബോഡിയിലുള്ള എല്ലാ സോളിനെയും ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒക്യോക്കുവിനെ സേലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് നിന്റെ സോളിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കാരണം നിന്റെ വൃത്തികെട്ട കൂട്ടുകാരാ. സത്യം പറഞ്ഞ നിന്റെ കൂട്ടുകാർ സൂപ്പറാ. നിന്റെ കൂട്ടുകാരെ എക്സിക്യൂഷനിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുവോ? ഞാൻ പ്ലാൻ ബിയും റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ ഐസൺ അവന്റെ ദേഹത്തിൽ നിന്ന് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഡിവൈസ് എടുക്കുന്നു. പിടിച്ച് ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ഡിവൈസിൽ നിന്ന് ഒരുപാടധികം ഗ്യാസ് പുറത്തേക്ക് വന്നു. സോ അന്നേരം തന്നെ ഐസന്റെ കൈ ആണെങ്കിൽ മ്യൂട്ടേറ്റഡ് ആകുകയാണ്, ഒരു ഹോളോന്റെ കൈ പോലെ. സോ ആ കൈ വന്നുടനെ തന്നെ നമ്മുടെ റൂക്കിയനെ ആകാശത്തേക്ക് പിടിച്ചിട്ട് റൂക്കിയന്റെ സോളിന്റെ ആ ഭാഗത്തേക്ക് കയറി പിടിക്കുകയാണ്. അന്നേരം തന്നെ നമ്മുടെ റൂക്കിയുടെ ശരീരത്തിൽ ഒരുപാടധികം വേദന എടുക്കുന്നുണ്ട്. സോ ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഐസൺ ആണെങ്കിൽ ഒരു ക്രിസ്റ്റൽ പോലത്തെ സാധനം എടുക്കുകയാണ്. അതാണ് ഒക്യോക്കു. റൂക്കിയുടെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഗിന്നിച്ചിമാറുവിനോട് റൂക്കിയനെ കൊല്ലാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു. റൂക്കിയനെ കൊല്ലാൻ വേണ്ടി ഗിന്നിച്ചിമാറു സംഘത്തും എടുക്കുന്നതും റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ക്യാപ്റ്റൻ കുച്ചിക്ക് വരും. ബാക്കിയ കുച്ചിക്ക് തന്റെ സിസ്റ്ററിനെ ഗിന്നിച്ചിമാറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ബാക്കിയ കുച്ചിക്ക് തന്റെ സിസ്റ്ററിനെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ താൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സിസ്റ്ററിനെ വരെ കൊല്ലാൻ വേണ്ടി കൊടുത്തത്. സോ എന്നാലും നമ്മുടെ ബാക്കിയ കുച്ചിക്ക് ഈ ചിച്ചുകോയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വീക്ക് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയ കുച്ചിക്കിനെ കൊല്ലാൻ വേണ്ടി ഐസൺ തന്റെ സംഘത്തും എടുക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ ജിഡാമോനെ മണ്ടക്കിരുന്നുകൊണ്ട് കുക്കാക്കു ഷിബു അങ്ങോട്ട് വരുന്നത്. വന്നുടനെ തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു അറ്റാക്ക് ഐസന്റെ നേരെ വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ഐസനെ കുറിച്ച് അറിയാമല്ലോ, ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഒരു പുട്ടുപൊടി തട്ടിക്കളയുന്നത് പോലെ അറ്റാക്ക് ഒക്കെ തട്ടി മാറ്റിയിട്ട് മാറി നിൽക്കുന്നു. ഐസൻ ആണെങ്കിൽ യൊറീച്ചിനെയും അതുപോലെ സൈഫോനെയും തന്റെ കൈയുമായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസൻ മാറി നിന്നിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. ക്യാപ്റ്റൻ ഐസന്റെ മേളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ക്യാപ്റ്റന്റെ മേളിലും അടിക്കുന്നു. സോ അതെന്താണെന്ന് പറഞ്ഞ് അവർ ആകാശത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഗ്രാൻഡ് ഹോളോസ് ആകാശത്ത് നിൽക്കുന്നു. സോ ഇത് കണ്ടുടനെ തന്നെ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. സോ ആ ലൈറ്റ് ബീം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ മൂന്ന് ക്യാപ്റ്റൻസും ആകാശത്തിലേക്ക് പോവുകയാണ്. അന്നേരം തന്നെ ഒരു ലൂട്ടനന്റ് ആണെങ്കിൽ ആ ലൈറ്റ് ബീമിൽ കൂടെ കയറിയിട്ട് ക്യാപ്റ്റൻ ഐസനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അത് കണ്ട ക്യാപ്റ്റൻ യാമ ആ ലൈറ്റ് ബീമിനെ കുറിച്ച് ലൂട്ടനന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ പേര് നെഗാഷിയോ എന്നാണ്. തന്റെ
കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് ബീമാണ് ഇത്. സോ ഇതിൻ്റെ ബാരിയർ ഒരുപാടധികം പവർഫുൾ ആണ്. ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുമാത്രമല്ല ഈ ലൈറ്റ് ബീം പൊക്കോണ്ടിരിക്കുന്നത് സ്പേസിലോട്ടാണ്. സോ അന്നേരം തന്നെ ക്യാപ്റ്റൻ ഐസൺ തൻ്റെ കണ്ണാടി ഊരിക്കൊണ്ട് പറയുകയാണ്, ഈ ലോകത്ത് ഇപ്പം റൂൾ ചെയ്യുന്ന റൂളേഴ്സിനെ എല്ലാത്തിനും ഞാൻ ഡിസ്ട്രോയ് ചെയ്യും. എന്നിട്ട് ഞാനായിരിക്കും ഈ ലോകത്തിൻ്റെ രാജാവ്. അന്നേരം തന്നെ നമ്മുടെ ഐസൻ്റെ സ്റ്റൈല് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടുടനെ തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. സോ അന്നേരം തന്നെ ക്യാപ്റ്റൻ ഐസൺ സോൾ വേൾഡ് വിട്ടിട്ട് ഹോളോ വേൾഡിലേക്ക് കയറി പോകുന്നു. അങ്ങനെ പഴുക്ക് പറ്റിയ എല്ലാ സോൾ റിപ്പേഴ്സിനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് സോഡ് 4 വരുന്നു. ഫോറിൻ്റെ ഒരു ഓഫീസർ പറയുകയാണ് ഇച്ചിഗോനെയും അതുപോലെ ബാക്കിയുള്ളവരെയും പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും അവരെ സഹായിക്കാനും. സോ അങ്ങനെ അവരെല്ലാവരും ഓർഡർ പറഞ്ഞതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പേടിച്ചിരിക്കുന്നു. സോ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഉനഹന ക്യാപ്റ്റൻ കുച്ചിക്കിനെ ട്രീറ്റ് ചെയ്യുകയാണ്. തന്നെ നമ്മുടെ ക്യാപ്റ്റൻ കുച്ചിക്ക് തന്നെ മുന്നിലിരിക്കുന്ന റൂക്കിയനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പാസ്റ്റും പറഞ്ഞു കൊടുക്കുന്നു. നിനക്കൊരു കാര്യം അറിയാമോ, എൻ്റെ വൈഫ് ഇസാനയുടെ ഒരു ചെറിയ സിസ്റ്റർ ആയിരുന്നു നീ. അവൾ നിന്നെ ഒരുപാട് തവണ നോക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് നിന്നെ നോക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം അവളുടെ പൈസയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാടധികം വിഷമമായിരുന്നു. സോ ആ വിഷമം കാരണം അവൾക്ക് ഒരു അസുഖം പിടിക്കുകയാണ്. അവളൊരു സ്ഥലത്ത് വീരുന്നൊക്കെയുണ്ട്. സോ അതിനുശേഷം അവളൊരു കിടപ്പിലാകുകയാണ്. മഴിക്കാൻ കിടന്ന അവൾ എന്നോട് ചോദിച്ച ഒരേ ഒരു കാര്യമായിരുന്നു തൻ്റെ സിസ്റ്റർ റൂക്കിയനെ കണ്ടുപിടിച്ചിട്ട് അവളെ നോക്കണമെന്ന്. ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് റൂക്കിയ നിന്നെ ഞാൻ അക്കാഡമിയുടെ ആ സമയത്ത് വെച്ച് തന്നെ കുച്ചിക്കി ക്ലാനിലോട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നിന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയത്. നീ എന്നോടൊന്നും വിചാരിക്കരുത്. പക്ഷേ നിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഇച്ചിഗോ ആണ് എൻ്റെ വിചാരങ്ങളെല്ലാം തെറ്റാണെന്ന് കാണിച്ചു തന്നത്. എനിക്ക് പഠിപ്പിച്ചു തന്നു റൂൾസിനെക്കാട്ടിലും നോബിൾ ഫാമിലിയെക്കാട്ടിലും വലുത് എൻ്റെ വൈഫും അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ചെറിയ സിസ്റ്ററുമാണെന്നുള്ള ഒരു കാര്യം. സോ ഇതേ സമയം തന്നെ തൻ്റെ ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂക്കേട്ട എന്ന് വിളിക്കുന്നിടത്ത് വെച്ചാണ് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 4ന്റെ അതിലെ 62ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നിങ്ങൾ ആരും എപ്പിസോഡ് നിർത്തിയിട്ട് പോകരുത്. ഞാൻ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീസൺ 4 മുഴുവനായിട്ടും തന്നെ ഫില്ലർ എപ്പിസോഡ്സ് ആണ്. സോ ഇനി വരാൻ പോകുന്ന 2 എപ്പിസോഡ്സും കൂടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ ഈ സീസണിൻ്റെ അതിൽ. സോ അത് കഴിയാൻ നേരത്ത് മുഴുവനായിട്ട് ഫില്ലർ എപ്പിസോഡ്സ് വെച്ചാൽ ഇനി 109ാമത്തെ എപ്പിസോഡ് വരെ ഫില്ലർ എപ്പിസോഡ്സ് എന്ന് പറയുന്നത് നറൂട്ടോയ്ക്കകത്ത് കാണുന്നത് പോലെ വൺ പീസിൽ അതിൽ കാണുന്നത് പോലെ അത്യാവശ്യം ഫണ്ണായിട്ടുള്ളതും നല്ല ഫില്ലർ എപ്പിസോഡ്സ് ഒന്നുമല്ല. മൊത്തം അഴുക്ക ഫില്ലർ എപ്പിസോഡ്സ് ആണ്. നമ്മളെ ബോർ അടുപ്പിച്ച് കൊല്ലും. ചിലപ്പോൾ നിങ്ങൾ ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് തന്നെ വെറുത്ത് പോകും. ഞാൻ വരെ ഫില്ലർ എപ്പിസോഡ്സ് സ്കിപ്പ് ചെയ്ത് കണ്ടു. കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചത് കണ്ടു. ഞാൻ ഫില്ലർ എപ്പിസോഡ്സ് കണ്ടിട്ടില്ല. സോ ഞാൻ നിങ്ങളോട് കൂടി അഭിപ്രായം ചോദിക്കുകയാണ്. ഞാൻ ഫില്ലർ എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോയാൽ എനിക്ക് ഉറപ്പായിട്ട് ഭ്രാന്ത് പിടിക്കും. ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഫില്ലർ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാതെ മെയിൻ സ്റ്റോറിയുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ടൈമും പോകത്തില്ല, എൻ്റെ ടൈമും പോകത്തില്ല. പെട്ടെന്ന് നമുക്ക് ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഫില്ലർ എപ്പിസോഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫില്ലർ എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ മെയിൻ സ്റ്റോറി ചെയ്തുകൊണ്ട് ഞാൻ ഫില്ലർ എപ്പിസോഡ്സ് ബാക്കി കൂടെ ഇങ്ങനെ ചെയ്ത് വരാം. സോ അങ്ങനെ ചെയ്തതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ അഥവാ നിങ്ങൾ ഫില്ലർ എപ്പിസോഡ്സ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. 1, 2 അല്ലെങ്കിൽ 10, 20 എപ്പിസോഡ്സ് ഒന്നുമല്ല ഫില്ലറായിട്ട് വരുന്നത്. 40, 50 എപ്പിസോഡ്സാണ്. സോ അടുപ്പിച്ച് ഫില്ലറായിട്ട് വരുന്നത്. സോ ഇത് ചെയ്തുകൊണ്ട് ഒരു യൂസുമില്ല, വെറുതെ ടൈം വേസ്റ്റിങ് മാത്രമാണ്. എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. കാരണം ഞാൻ കണ്ടിട്ട് പോലുമില്ല ഫില്ലർ എപ്പിസോഡ്സ്. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അഭിപ്രായം പറയുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.